നമ്മൾ ജോലി ചെയ്യുന്നിടത്ത്, നമ്മുടെ അയൽപ്പക്കത്ത്, നമ്മുടെ ഫാമിലി മെമ്പേഴ്സ്, റിലേറ്റീവ്സ്, നമ്മുടെ സുഹൃത്തുക്കളുടെ ഇടയിലൊക്കെ ടോക്സിക് ആയിട്ടുള്ള ആൾക്കാരെ നിങ്ങൾ മീറ്റ് ചെയ്തിട്ടുണ്ടാവാം, നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവാം. എന്താണ് ഇവർ നമ്മളോട് ചെയ്യുന്നത്? ഇവർ നമ്മളെ ഡിപ്രസ്ഡ് ആക്കും, ഇവർ നമ്മളെ മാനിപ്പുലേറ്റ് ചെയ്യും, പിന്നെ നമ്മുടെ ലക്ഷ്യങ്ങളെ പുച്ഛിക്കും, നമ്മളെ കുറ്റക്കാരാക്കും. ആകപ്പാടെ അത് ഒത്തിരി ലിസ്റ്റ് ഉണ്ട് ഇതിന്റെ. അൾട്ടിമേറ്റ്ലി നമ്മൾ എന്തായിത്തീരുന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കരമായിട്ട് ടെൻസ്ഡ് ആവും, സ്ട്രെസ്ഡ് ആവും, ഡിപ്രസ്ഡ് ആവും, നമ്മൾ അങ്ങ് ലോ ആയി പോവും. കാരണം എപ്പോഴും ഒരു നെഗറ്റീവ് വൈബാണ് നമുക്ക് കിട്ടുന്നത്. അവസാനം നമ്മുടെ ജീവിതം തന്നെ നമ്മൾ മടുക്കും എന്നുള്ളതാണ് വസ്തുത. ഹായ്, ഞാൻ ദീപ. അപ്പോൾ ഇത് ഒരു റിക്വസ്റ്റഡ് വീഡിയോ ആണ്. നിവേദ്യ സുരേഷ് എന്ന് പറയുന്ന ഒരു സബ്സ്ക്രൈബർ ചോദിച്ചിരുന്നതാണ്. അതായത് ഹൗ ടു ഡീൽ വിത്ത് ടോക്സിക് പീപ്പിൾ ഹു ഫൈൻഡ് ഫോൾട്ട്സ് ആൻഡ് ട്രൈ ടു ഡീമോട്ടിവേറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങൾ എങ്ങനെ ഡീൽ ചെയ്യും എന്നാണ് പുള്ളിക്കാരി ചോദിച്ചത്. അപ്പോൾ അതിനൊരു പരിഹാരം എന്നുള്ള രീതിയിലാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഇതിൽ ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് കൂടെ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ടോക്സിക് ആയിട്ടുള്ള ആൾക്കാരുമായിട്ട് ഡീൽ ചെയ്യുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന, അതായത് ഒരാൾ ടോക്സിക് ആണ്, എന്നെ എഫക്റ്റ് ചെയ്യുന്നു എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മളിലേക്ക് തന്നെ ഫോക്കസ് ചെയ്ത് നമ്മുടെ പ്രയോറിറ്റീസിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം. ഈ ടോക്സിക് ആയിട്ടുള്ള ആളെ പതിയെ ഒഴിവാക്കാനായിട്ട്, അതായത് ഒരു ലൈൻ വരച്ച് വരയ്ക്കപ്പുറം നിർത്താനായിട്ടുള്ള പണികൾ തുടങ്ങുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അപ്പോൾ ഒഴിവാക്കുക എന്ന് പറയുന്നത് പറയാൻ എളുപ്പമാണ്. ചിലരെ നമുക്ക് അത്ര പെട്ടെന്നൊന്നും ഒഴിവാക്കാനായിട്ട് പറ്റില്ല. ചിലരെ ഒഴിവാക്കാനേ വലിയ പ്രയാസമായിരിക്കും. അപ്പം എൻ്റെ കേസ് പറയുകയാണെങ്കിൽ, എനിക്കൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. പുള്ളിക്കാരി എപ്പോഴും ഫുൾ നെഗറ്റിവിറ്റിയാണ്. അപ്പോൾ ആ ഒരു റിലേഷനിൽ നിന്ന് ഊരി രക്ഷപ്പെടാൻ പെട്ട പാട് എനിക്കേ അറിയത്തുള്ളൂ. അപ്പം എപ്പോഴും പുള്ളിക്കാരിയുടെ ഒരു കൺസെപ്റ്റ് അനുസരിച്ച് പുള്ളിക്കാരിനെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ല. പുള്ളിക്കാരിയുടെ ലൈഫ് പോയിരിക്കുകയാണ്. സോ ജനറലൈസ് ചെയ്തങ്ങ് പറയും, നമ്മളൊക്കെ പോയി, നമ്മളുടെയൊക്കെ ലൈഫ് പോയി, നമ്മളെ കൊണ്ടൊന്നും പറ്റില്ല. അവസാനം പറഞ്ഞ് നമ്മൾ ആത്മഹത്യക്ക് വരെ ശ്രമിക്കാം എന്നുള്ളൊരു ലൈനിലേക്കാണ് സംസാരം മൊത്തം പോകുന്നത്. പ്രൊഡക്റ്റീവായിട്ടൊരു കാര്യം പോലും ചെയ്യാൻ സമ്മതിക്കത്തില്ല. പുള്ളിക്കാരിക്ക് ഇഷ്ടമുള്ള കാര്യമേ നമ്മൾ ചെയ്യാവുള്ളൂ. അത് അല്ലാണ്ട് വേറെ എന്തെങ്കിലും ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ഭയങ്കര സെന്റിമെന്റ്സും അങ്ങനത്തെ ഒരു വല്ലാത്തൊരു രീതിയിലേക്ക് പോവും. നമ്മളിപ്പോൾ വേറെ കുറച്ച് ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുടെ അടുത്ത് സംസാരിക്കാൻ പോയി കഴിഞ്ഞാൽ അതെന്താ താൻ എന്നെ ഒഴിവാക്കിയെന്ന് പറഞ്ഞ് വീണ്ടും കൂടുതൽ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഉപദ്രവിക്കും. അങ്ങനെ ചെറിയ തോതിലൊക്കെ നമുക്ക് നമ്മളുടെ ഒരു നല്ലൊരു റിലേഷനിൽ ഇരുന്നിട്ട് നമുക്ക് ഒഴിവാക്കുക എന്ന് പറയുന്നത് വലിയൊരു ബുദ്ധിമുട്ടായിരുന്നു. അതിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ടത് വളരെ ബുദ്ധിമുട്ടിയാണ്. അപ്പോൾ അത് ഞാൻ വഴിയെ പറയാം. അപ്പോൾ അതിനുശേഷം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ലിമിറ്റ് വിട്ട് ആരെയും ഒത്തിരി ക്ലോസ് ആവാൻ ഞാൻ സമ്മതിക്കാറില്ല. എനിക്ക് ഫ്രണ്ട്സ് ഇല്ല എന്ന് തന്നെ പറയാം. അതായത് എല്ലാവരോടും ഓക്കെ, ഒരു നല്ല റിലേഷൻ എന്നല്ലാതെ ഒരു പരിധി വിട്ട് ആരും എൻ്റെ അടുത്ത് ക്ലോസ് ആവാൻ ഞാൻ സമ്മതിക്കാറില്ല. നിങ്ങൾ തന്നെ പലർക്കും എന്നെ നേരിട്ടറിയാം, എന്നെ ഫോണിൽ വിളിച്ചിട്ട് സംസാരിച്ചിട്ടുണ്ടാവാം, നേരിട്ട് കണ്ടിട്ടുണ്ടാവാം. അവർക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്, ഞാനൊരു പരിധി വിട്ട് എന്നോട് ക്ലോസ് ആവാൻ ആരെയും ഞാൻ സമ്മതിക്കാറില്ല. വളരെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുമെങ്കിലും ആരും എന്നെ മാനിപ്പുലേറ്റ് ചെയ്യത്തക്ക രീതിയിൽ ക്ലോസ് ആവാൻ ഞാൻ സമ്മതിക്കാറില്ല. ഈ ഒരു റീസൺ കാരണമാണ്. കാരണം അതിനൂരി രക്ഷപ്പെടുക എന്ന് പറയുന്ന വലിയ ബുദ്ധിമുട്ടായിരുന്നു എനിക്ക്. സോ ഇപ്പൊ ഈയിടെയാണേലും 1-2 പേരാണെങ്കിലും എനിക്കൊരു വലിയൊരു ഫ്രണ്ട്ഷിപ്പായിട്ട് തന്നെ നമുക്ക് മുന്നോട്ട് പോകണം എന്നൊക്കെ പറഞ്ഞ് എന്നോട് വന്നപ്പോഴും ഞാൻ പറഞ്ഞു, നോ, എനിക്ക് ടു ഡീപ്പായിട്ട് ടു ക്ലോസ് ആയിട്ട് എനിക്ക് ആരോടും താല്പര്യമില്ല, എനിക്ക് വേണ്ട, ഞാൻ ഒറ്റയായിട്ട് മുന്നോട്ട് പോയിക്കോളാം. കാരണം ആ ഒരു ഹാങ് ഓവർ ഇത്രയും വർഷങ്ങൾക്ക് ശേഷവും എന്നെ ഹോണ്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. എങ്ങനെയാണ് ഈ പുള്ളിക്കാരിയിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ടെന്നുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അത് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് ഞാൻ ചെയ്തത് പതിയെ ഫസ്റ്റ് സ്റ്റെപ്പ് ഞാൻ ചെയ്തത്
ഉള്ള കാര്യം ഉള്ള പോലെ പറയാൻ ശ്രമിക്കുക എന്നാണ് ഞാൻ ചെയ്തത്. അത് കുറച്ച് തമാശ രൂപേണ എന്തുപാടെ താൻ എപ്പോഴും ഒരു നെഗറ്റീവ് വൈബാണല്ലോ, എപ്പോഴും ഇങ്ങനെ നെഗറ്റീവായിട്ട് എന്തിനാ സംസാരിക്കുന്നത്, നമുക്ക് വഴി ഉണ്ടാക്കാം, നമുക്ക് നോക്കാം, ശ്രമിച്ചാൽ നടക്കാത്ത കാര്യമൊന്നും ഇല്ലല്ലോ എന്നൊക്കെ ചെറിയ ചെറിയ ഹിന്റ് നമ്മൾ കൊടുത്തു നോക്കി. അതിൽ നമുക്ക് തിരിച്ച് ഉപദ്രവവും പിന്നെ സെന്റിമെന്റ്സ് അങ്ങറ്റത്തെ ഒരു സെന്റിയടിയൊക്കെയാണ് കിട്ടിയത്. സോ അതവിടെ നിർത്തി. രണ്ടാമത്തെ സ്റ്റെപ്പ് ഞാൻ ചെയ്തത് വാക്കിംഗ് അവേ ആണ്. നമ്മൾ നല്ലൊരു റിലേഷനിൽ ഇരുന്നിട്ട് ഒരാളുടെ അടുത്ത് നോ പറഞ്ഞു പോവാന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷെ ഇപ്പം ഞാൻ യൂസ്ഡ് ടു ആണ്. ആരുടെ അടുത്തും എടുത്ത വായിക്ക് ഞാൻ പറ്റില്ല എന്ന് പറയും. പറ്റത്തില്ലെങ്കിൽ ചിലപ്പോൾ മിണ്ടാതിരിക്കും. എങ്ങനെയെങ്കിലും എനിക്കിപ്പോൾ വേറൊരാൾ എന്ത് വിചാരിക്കുന്നു എന്നുള്ളത് എനിക്കിപ്പോൾ ഒരു കൺസേൺ അല്ല. കാരണം നമ്മൾ അനുഭവിക്കുന്ന ഒരു ടോർച്ചർ, നമ്മൾ അനുഭവിക്കുന്ന ഒരു ഡിപ്രഷൻ അതിനേക്കാളും ഒക്കെ പരിഗണന അർഹിക്കുന്ന ഒരു സാധനമാണ്. സോ ആ പുള്ളിക്കാരി അടുത്തുനിന്ന് മാറി നടക്കാനാണ് ഞാൻ നോക്കിയത്. കാരണം മാറി നടക്കാൻ പറ്റില്ല, ഓടി വന്ന് കയ്യെ കയറി കെട്ടിപ്പിടിച്ച് കൂടെ നടക്കത്തുള്ളൂ. അപ്പോൾ പുള്ളിക്കാരിക്ക് ഇൻട്രസ്റ്റ് ഇല്ലാത്തതും എനിക്ക് ഇൻട്രസ്റ്റ് ഉള്ളതുമായ കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യാൻ തുടങ്ങി. അതിൽ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യാൻ തുടങ്ങി. പുതിയ ആൾക്കാരെ കണ്ടുപിടിച്ച് അവരുമായിട്ട് സൗഹൃദം സ്ഥാപിക്കാനായിട്ട് ശ്രമിച്ചു. സൗഹൃദം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് നമ്മൾ എവിടെയെങ്കിലും പോയി ഇരിക്കുമ്പോൾ ഒറ്റപ്പെട്ടു പോകരുത്, സംസാരിക്കാൻ 1-2 പേര് വേണം. അതായത് ഇതൊരു ജസ്റ്റ് ഒരു സർക്കിളാണ്. ഇത് ഞാനും ആ ഒരു കുട്ടിയുമായിട്ടുള്ള ഒരു സർക്കിൾ മാത്രമാണ്. ആ ഒരു സർക്കിളിൽ നിന്ന് എനിക്ക് രക്ഷപ്പെടാൻ ഒക്കുന്നില്ല. രക്ഷപ്പെട്ടു പോയാലും നമ്മൾ ഒറ്റപ്പെട്ടു പോകും. സോ പുതിയ ആൾക്കാരുമൊക്കെ ആയിട്ടൊന്ന് കണക്ട് ചെയ്യുക എന്നുള്ളൊരു ഉദ്ദേശത്തിൽ എല്ലാവരുമായിട്ടൊന്ന് മിങ്കിൾ ചെയ്യാൻ ശ്രമിച്ചു. പതുക്കനെ നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ള ഏരിയയിലേക്ക് ഫോക്കസ് ചെയ്തു. പുള്ളിക്കാരിക്ക് അത് ഒട്ടുമേ ഇഷ്ടമില്ലാത്ത ഏരിയാസ് ആണ്. അപ്പം നമ്മളുടെ ഇൻട്രസ്റ്റിന് പ്രയോറിറ്റി കൊടുക്കാനായിട്ട് തുടങ്ങി. അപ്പൊ അടുത്തെന്ന് പറയുന്നത് അറ്റൻഷൻ കൊടുക്കുന്നത് അങ്ങ് ഒഴിവാക്കി എന്നുള്ളതാണ്. അതായത് പുള്ളിക്കാരി വന്ന് കാര്യമായിട്ട് എന്തെങ്കിലും സംസാരിച്ചിരിക്കുമ്പോൾ നമ്മളതിൽ ലീസ്റ്റ് ഇൻട്രസ്റ്റ് ആണ് കാണിച്ചത്. അത് സീരിയസ് ആയിട്ട് എടുത്തില്ല. പുള്ളിക്കാരി വലിയ എന്തെങ്കിലും പ്രശ്നങ്ങളുമായിട്ട് പറഞ്ഞാൽ പോലും ഞാനത് സീരിയസ് ആയിട്ട് എടുക്കാത്ത രീതിയിൽ പർപ്പസ്ഫുള്ളി സീരിയസ് ആയിട്ട് എടുത്തില്ല. അതായത് പുള്ളിക്കാരിക്ക് അത് ഫീൽ ചെയ്യണം, ഐ ആം നോട്ട് കൺസേൺഡ്, നിങ്ങളുടെ കാര്യത്തിൽ ഞാൻ കൺസേൺഡ് അല്ല. എന്നാൽ ഞാൻ മുഖത്ത് നോക്കി പറയുമല്ല, വളരെ കാഷ്വലായിട്ട് കൺസേൺഡ് അല്ല, എന്താ പറഞ്ഞേ എന്നുള്ള രീതിയിൽ പതുക്കനെ, അതായത് പുള്ളിക്കാരി ഒഫൻഡഡ് ആവണം, പുള്ളിക്കാരി ഇങ്ങനെ തോന്നണം, ഓക്കെ ഷീ ഈസ് അവോയ്ഡിങ് മീ, ഇനി എന്തിനാണ് ഇങ്ങനെ ചുറ്റി തിരിയുന്നത് എന്നൊരു ഫീലിംഗ് തന്നെ ഉണ്ടാവണം. അല്ലാതെ നമ്മൾ എടുത്തടിച്ച പോലെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു വാക്കുതർക്കത്തിലേക്കാണ് പോകുന്നത്. അതിന് പകരം വളരെ നൈസായിട്ട് ഒഴിവാക്കുക എന്ന് പറയത്തില്ലേ, അപ്പൊ ആ ഒരു രീതിയാണ് എടുത്തത്. നമുക്ക് വേറെ വഴിയൊന്നുമില്ല. അപ്പോൾ കാരണം മിക്കവാറും നമ്മളൊരു റിലേഷനിൽ ഇരിക്കുമ്പോൾ ഒരു ഗിവ് ആൻഡ് ടേക്ക് ആണ്. അതായത് പുള്ളിക്കാരി വന്ന് പുള്ളിക്കാരിയുടെ ഒരു കൺസേൺ നമ്മുടെ അടുത്ത് പറയുമ്പോൾ നമ്മൾ അതിന് സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നു, നമ്മൾ അതിനെ സപ്പോർട്ട് ചെയ്യുന്നു എങ്കിൽ നമ്മളുടെ ഒരു കൺസേൺ വന്ന് പുള്ളിക്കാരിയുടെ അടുത്ത് പറയുമ്പോൾ പുള്ളിക്കാരിയും അതുപോലെ സപ്പോർട്ട് ചെയ്യണം, പുള്ളിക്കാരിയും അതിൽ കൺസേൺഡ് ആയിരിക്കണം അല്ലേ. പക്ഷേ ഇങ്ങനൊരു ടോക്സിക് റിലേഷനിൽ എപ്പോഴും നമ്മളുടെ കാര്യങ്ങളൊന്നും അതൊരു വലിയ കാര്യമായിരിക്കത്തില്ല, അവരുടെ കാര്യം മാത്രമായിരിക്കും എപ്പോഴും വലിയ കാര്യങ്ങൾ. അവർ നമ്മളെ ഓരോ കാര്യത്തിന് അവരുടെ കാര്യങ്ങൾക്ക് യൂസ് ചെയ്യാനൊക്കെ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യും. സോ ഒരു 3rd സ്റ്റെപ്പിൽ ഞാൻ ചെയ്ത കാര്യം കംപ്ലീറ്റ്ലി അങ്ങോട്ട് ഇഗ്നോർ ചെയ്യുവാണ്. പുള്ളിക്കാരി വലിയ കാര്യമായിട്ട് വന്ന് പറഞ്ഞാലും നമ്മളതൊരു സീരിയസ് ആയിട്ട് എടുക്കത്തില്ല. എന്താ പറഞ്ഞേ എന്നുള്ളൊരു രീതിയിൽ നമ്മൾ കേട്ടില്ല എന്നുള്ളൊരു രീതിയിൽ വരുമ്പം കുറച്ച് കഴിയുമ്പോൾ ഇവർ ഒഫൻഡഡ് ആവും, ഇവർ തന്നെ സ്വയം ചിന്തിക്കും, ഇവരതിനിടയ്ക്ക് സെൻറ്റി അടിക്കുകയൊക്കെ ചെയ്യും. അപ്പം നമ്മളൊന്നും അറിയാതെ അയ്യോ ഞാൻ ഇതിൽ നോക്കുമായിരുന്നു, ഞാൻ ശ്രദ്ധിച്ചില്ല, എന്താ താൻ പറ എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് തലയാട്ടി ഓക്കെ ഇങ്ങനെ കേൾക്കത്തേ ഉള്ളൂ. അല്ലാതെ അതിനെ അവരെ സമാധാനിപ്പിക്കുന്ന രീതിയിലൊരു സംസാരമോ ഒന്നും ഉണ്ടാകത്തില്ല. വളരെ കാര്യമായിട്ട് ഇങ്ങനെ കേൾക്കുന്ന പോലെ ഇരിക്കും, ജസ്റ്റ് അതിനെ റെസ്പോണ്ട് ചെയ്യത്തില്ല. അല്ലെങ്കിൽ ഓക്കെ നിങ്ങളുടെ സങ്കടം എനിക്ക് മനസ്സിലായി എന്നുള്ള രീതിയിലൊന്നും സംസാരിക്കാൻ പോകാതെ വളരെ ന്യൂട്രലായിട്ട് നിന്ന് കാര്യം കേട്ട് അങ്ങ് പോവും. അപ്പോൾ കുറെ കഴിയുമ്പോഴത്തേക്ക് ഇവർക്ക് തന്നെ തോന്നും ഓക്കെ എന്നെ അപമാനിക്കുന്നതിന് തുല്യമായിട്ടാണ് ഇയാൾ പെരുമാറുന്നത്, സോ വൈ ഇയാളുമായിട്ട് ഇനിയും നിൽക്കേണ്ട ആവശ്യമില്ല എന്നൊരു ചിന്ത അവർക്ക് വരും. പിന്നെ നമ്മൾ ഓരോ കാര്യവും
ഇവർ വന്ന് പറയുമ്പോൾ നമ്മളത് ശ്രദ്ധ കൊടുക്കുന്നുണ്ട് എന്ന് കാണുമ്പോൾ മാത്രമാണ് ഇവർക്ക് പിന്നെയും എനർജി ഉണ്ടാവുന്നത്. ഓക്കെ, ഞാൻ പറയുന്നത് ഇവൾ കേൾക്കുന്നുണ്ട്, ഞാൻ പറയുന്നതിൽ ഇവൾ കാര്യമായിട്ട് എടുക്കുന്നുണ്ട്, അപ്പോൾ എനിക്ക് മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും എന്നൊക്കെയുള്ള തോന്നലാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ഒരു ഫ്യൂവൽ എന്ന് പറയുന്നത്. ആ ഫ്യൂവൽ അങ്ങ് കുറയ്ക്കുക എന്നുള്ളതാണ് നമ്മളുടെ ഉദ്ദേശം. അടുത്ത കാര്യം എന്ന് പറയുന്നത്, ഞാൻ പ്രാക്ടീസ് ചെയ്തത് എങ്ങനെ വളരെ ഭംഗിയായിട്ട് നോ പറയാം എന്നുള്ളതാണ്. കാരണം ഒരു ടോക്സിക് റിലേഷനിൽ എപ്പോഴും നമ്മളെ യൂസ് ചെയ്തുകൊണ്ടേയിരിക്കും. നമ്മളുടെ കഴിവുകളായാലും നമ്മളുടെ ഒരു ഗോളിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മുടെ ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് സമയം ചെലവഴിക്കുന്നതിനെക്കാട്ടിലും ഈ ടോക്സിക് ആയിട്ടുള്ള ആളുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് സമയം ചെലവഴിക്കുകയായിരിക്കും നമുക്ക് എപ്പോഴും വേണ്ടി വരുന്നത്. അപ്പം അവർ നമ്മളെ യൂസ് ചെയ്തുകൊണ്ടേയിരിക്കും. ഇവർ ഫ്രീ ആയിട്ടിരിക്കും, ഓരോ കാര്യങ്ങൾ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിച്ചുകൊണ്ടേയിരിക്കും. നമുക്ക് നോ പറയാൻ പറ്റില്ല, കാരണം അങ്ങനെ ഒരു ബോണ്ടിങ്ങിലായിരിക്കും നമ്മൾ ഇരിക്കുന്നത്. സോ ഓരോ ദിവസവും ഞാൻ എങ്ങനെ നമുക്ക് നോ പറയാം, ഇന്ന് വരുമ്പോൾ ഇയാൾ ഇങ്ങനെ ചോദിക്കും എന്ന് എനിക്കറിയാം, സോ എന്തൊക്കെ പ്രിക്കോഷൻസ് എടുത്താൽ എനിക്ക് ചെയ്യാതിരിക്കാം, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മുൻകൂട്ടി തീരുമാനിച്ചിട്ടായിരിക്കും ഞാൻ പോകുന്നത്. അതെന്ന് പറയുന്നത് ഭയങ്കര ഒരു സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻ ആണ്. പക്ഷെ നമ്മളപ്പം അനുഭവിക്കുന്ന ഒരു മെന്റൽ സ്ലേവറി ഉണ്ട്, അത് ഇതിൻ്റെ അത്രയൊന്നും വരില്ല. സോ ഇതൊക്കെ ഒരു തരികിട പരിപാടിയാണ്. പക്ഷെ ഇതുപോലുള്ള ആൾക്കാരുടെ അടുത്ത് നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഞാൻ അങ്ങനെയാണ് ചെയ്തത്. ഇനി ഇതിനകത്ത് വേറെ ഓപ്ഷൻസ് ഉണ്ടായിരുന്നോ എന്ന് എനിക്കറിയത്തില്ല. കംപ്ലീറ്റ്ലി നമ്മൾ നോ, അത് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ചമ്മൽ പരിപാടിയായിരിക്കും. കാരണം ചില കാര്യങ്ങൾ നമ്മുടെ കയ്യിൽ തന്നെ കാണുമായിരിക്കും. അപ്പോൾ അവർ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല എന്ന് പറയാനുള്ളൊരു ചങ്കൂറ്റം എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ ചില സമയത്ത് ഇല്ല എന്ന് പറയണമെങ്കിൽ സാധനം കംപ്ലീറ്റ് ആയിട്ട് ശരിക്കും നമ്മുടെ കയ്യിൽ ഇല്ലായിരിക്കണം. അതുകൊണ്ട് നമ്മളത് വീട്ടിൽ നിന്ന് എടുക്കാനേ മറക്കും. ഞാൻ ഈ പറയുന്ന കോണ്ടെക്സ്റ്റ് ക്ലിയർ എക്സാമ്പിൾ വെച്ച് പറയാത്ത എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ പുള്ളിക്കാരിക്ക് അത് ഇനി കേൾക്കുമ്പോൾ അതൊരു ഫീലിംഗ് ആവരുത്. അതുകൊണ്ടാണ് ഞാൻ ഏത് ടൈമിലുള്ള ഫ്രണ്ടാണെന്ന് പോലും പറയാത്തത്. അതുകൊണ്ടാണ്. അപ്പോൾ കംപ്ലീറ്റ്ലി നോ പറഞ്ഞ്, അതായത് ഒരു കാരണവശാൽ തീരെ ചെറിയ കാര്യമാണ്, നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന കാര്യമാണെങ്കിൽ പോലും നോ, അത് കട്ട് ആൻഡ് റൈറ്റ് ആയിട്ട് നോ പറയുകയല്ല. പിന്നെ ആവാം, നാളെ ആവട്ടെ, അല്ല പിന്നീടാവട്ടെ, അല്ലെ ഇന്ന് എനിക്കിത് ചെയ്യാനുണ്ട്, നാളെ ഞാൻ ചെയ്തു തരാം എന്ന് പറഞ്ഞ് പതുക്കനെ ഒഴിവാക്കുകയാണ് ചെയ്തത്. അപ്പൊ സിമ്പിളായിട്ട് പറയുവാണെങ്കിൽ ഇവർ പറയുന്ന കാര്യങ്ങൾ ഒരു ചെവി കൂടെ കേട്ട് വേറൊരു ചെവി കൂടെ കളയും, അത്രേ ഉണ്ടായിരുന്നുള്ളൂ. അല്ലാതെ അവരുടെ കാര്യങ്ങൾക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കാതിരുന്നു. പിന്നെ നമ്മളെ യൂസ് ചെയ്യാതെ ഇരിക്കാനുള്ള കാര്യങ്ങൾ, നോ പറയുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി. അതിനുള്ള തൊലിക്കട്ടി ഉണ്ടാക്കിയെടുത്തു. നമ്മളുടെ കാര്യങ്ങൾക്ക് കൂടുതൽ ഫോക്കസ് അല്ലെങ്കിൽ പ്രയോറിറ്റി കൊണ്ടുവന്നു. അല്ലെങ്കിൽ നമ്മളുടെ പ്രയോറിറ്റി കൂടുതലും നമ്മൾ എന്തിലാണ് ഫോക്കസ് ചെയ്യേണ്ടത് എന്നതിലേക്ക് വന്നു. നമ്മളെ ഉപയോഗിക്കാനായിട്ട് ആരെയും സമ്മതിക്കാതിരിക്കുക എന്നുള്ളൊരു മെന്റാലിറ്റി. അതായത് ഇനി ആരെൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു കഴിഞ്ഞാലും, ഇപ്പം അതുകൊണ്ട് ചെറിയ കാര്യങ്ങൾക്ക് പോലും ആരെങ്കിലും എൻ്റെ അടുത്ത് ഹെൽപ്പ് ചോദിച്ചു കഴിഞ്ഞാലും ഞാൻ ആ ഒരു അപ്രോച്ച് തന്നെയാണ് എടുക്കുന്നത്. അതായത് വൺസ് ഞാൻ ഹെൽപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതൊരു സ്പൂൺ ഫീഡിങ് പോലെ നമ്മളുടെ തലയിൽ തന്നെ വരും. സോ പറ്റുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ അവർക്ക് യാതൊരു രക്ഷയില്ലാന്ന് കാണുന്ന കാര്യങ്ങൾക്ക് മാത്രമേ ഹെൽപ്പുള്ളൂ. ഇല്ലെങ്കിൽ തന്നെ ചെയ്യാൻ പറയും. അത് ആര് വന്ന് പറഞ്ഞാലും ഇപ്പം ഞാൻ അങ്ങനെ തന്നെയാണ്. ഈവൻ എൻ്റെ മക്കൾ വന്ന് പറഞ്ഞാൽ പോലും ഇത്രേ ഉള്ളൂ, ഇത് വേണം തന്നെ ചെയ്തോണം. അതായത് നമ്മുടെ തലയിൽ കയറി ആരും ഇരിക്കണ്ട, നമ്മളെ യൂസ് ചെയ്ത് ആരും മുന്നോട്ട് പോകണ്ട എന്നൊരു തീരുമാനത്തിലേക്ക് വന്നു. ഇനി ഒരു ബോണസ് ടിപ്പ് പറയുവാണെങ്കിൽ, നമ്മൾ ഇൻഡിപെൻഡന്റ് ആയിട്ട് ഇരിക്കുക എന്നുള്ളതാണ്. നമ്മുടെ കാര്യം നമ്മൾ സ്വന്തമായിട്ട് നോക്കിക്കൊണ്ടിരിക്കുക, അതായത് നോക്കാനായിട്ട് ശ്രമിക്കുക. കാരണം നമുക്കൊരു സപ്പോർട്ട് വേണം, എല്ലാ കാര്യത്തിനും ഒരു താങ്ങ് വേണം. എനിക്ക് അവിടം വരെ പോകണമെങ്കിൽ എടെ താനും കൂടെ വാ, അല്ലെങ്കിൽ എനിക്ക് ഇന്നടുത്ത് വരെ പോകാനുണ്ട്, ഒന്ന് എൻ്റെ കൂടെ വരുമോ എന്ന് ചോദിക്കുന്നിടത്താണ് ഇതുപോലെ ഒരു സപ്പോർട്ടിനൊരാളെ നമ്മൾ കൂട്ടുന്നതും. ആ സപ്പോർട്ടായിരിക്കും പിന്നീട് നമുക്കൊരു ടോക്സിക് റിലേഷനായിട്ട് മാറുന്നതും. സോ എന്തിനാണ് അങ്ങനെ ഒരു ചാൻസ് ഉണ്ടാക്കി കൊടുക്കുന്നത്? നമ്മൾ സ്ട്രോങ് ആൻഡ് ഇൻഡിപെൻഡന്റ് ആണെങ്കിൽ അത് നമ്മൾ സ്വന്തമായിട്ട് നേടിയെടുക്കേണ്ടതാണ്. ആണെങ്കിൽ ആരും നമ്മളുടെ തലയിൽ കയറി ഇരിക്കാനായിട്ട് വരത്തില്ല. സോ അതാണ് ഇപ്പോഴത്തെ എൻ്റെ ഒരു പോളിസി. എനിക്ക് എന്തെങ്കിലും വേണം എന്നുണ്ടെങ്കിൽ പറ്റുന്നത് പോലെ ഞാൻ തന്നെ ചെയ്യുക. ഹെൽപ്പ് എടുക്കാം എന്ന് വെച്ചൊരു സപ്പോർട്ട് തന്നെ വേണം, താനും കൂടെ വന്നാലേ നടക്കത്തുള്ളൂ എന്ന് പറയുന്നിടത്ത് നമ്മൾ അവർക്കൊരു വഴി ഒരുക്കി വെക്കുകയാണ്.
അപ്പൊ ഇത്രയാണ് എനിക്ക് എങ്ങനെയാണ് ഞാൻ ഒരു ടോക്സിക് റിലേഷനിൽ നിന്ന് അല്ലെങ്കിൽ ഒരു ടോക്സിക് ഫ്രണ്ട്ഷിപ്പിൽ നിന്ന് ഞാൻ പുറത്ത് ചാടിയെന്നുള്ള കാര്യം. ഞാനിങ്ങനെ പതുക്കനെ അവോയ്ഡ് ചെയ്യുന്നതും നമ്മൾ കട്ട് ആൻഡ് റൈറ്റ് ആയിട്ട് നോ എന്ന് പറയാനും ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും, കട്ട് ആൻഡ് റൈറ്റ് ആയിട്ടല്ല, വളരെ നൈസായിട്ട് അവർക്കും ഒന്നും ഫീലിംഗ് തോന്നാൻ പാടില്ല, എന്നാൽ അവർ മാറിയിരുന്ന് ചിന്തിക്കുമ്പോൾ ഓക്കെ ഷീസ് അവോയ്ഡിങ് മീ എന്നൊരു തോന്നലുണ്ടാവണം. അങ്ങനെ പതുക്കനെ ആ പുള്ളിക്കാരി വേറെ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുടെ കൂടെ കൂടി അവരുടെ കൂടെ അങ്ങ് പോവാണ് ചെയ്തത്. പതുക്കനെ എനിക്ക് തലവേദന ഒഴിവായി. പിന്നെ ഞാൻ ഒറ്റയ്ക്കാണ് നടന്നുകൊണ്ടിരുന്നത്. പിന്നീട് ഞാൻ ആ ഒരു ഗ്രൂപ്പിലും അങ്ങനെ അധികം ഇൻവോൾവ് ആവാതെ, അതായത് ഞാൻ ഇൻഡിപെൻഡൻ്റ് ആണ്, എന്നാൽ ഗ്രൂപ്പിൽ ചേരുമ്പോൾ ഞാൻ ഓക്കെ ഗ്രൂപ്പായിട്ട് തന്നെ പോകും. അങ്ങനൊരു രീതിയിൽ തന്നെയാണ് ഞാൻ മുന്നോട്ട് പോയത്. അതുകൊണ്ട് ഞാൻ സേവ് ആയെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇത് കംപ്ലീറ്റ്ലി എൻ്റെ ഒരു വേ ഓഫ് ഡീലിംഗ് ദ ടോക്സിക് പീപ്പിളാണ്. അപ്പോൾ ടോക്സിക് റിലേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും എല്ലാവരും ഒക്കും പെട്ടെന്ന് ഓർമ്മ വരുന്നത് ഹസ്ബൻഡ് ആൻഡ് വൈഫ്, പിന്നെ കപ്പിൾ റിലേഷൻസ് ഒക്കെയാണ്. പക്ഷേ ടോക്സിക് ആയിട്ടുള്ള റിലേഷൻസ് എന്ന് പറയുമ്പോൾ ഏത് സൈഡിൽ നിന്ന് വേണമെങ്കിലും വരാം. നിങ്ങൾ വർക്ക് ചെയ്യുന്ന ഓഫീസിൽ നിന്ന് വരാം, നിങ്ങളുടെ ബന്ധുക്കളിൽ കാണും, നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിൽ കാണും, നിങ്ങളുടെ ഫ്രണ്ട്സിൽ നിന്ന് കാണും, ഓഫ് കോഴ്സ്. അപ്പം ഏത് അടുത്തുനിന്ന് വന്നു കഴിഞ്ഞാലും മെയിനായിട്ടും അവർ നമ്മളെ യൂസ് ചെയ്യാതിരിക്കാനും പറയേണ്ടടുത്ത് നമ്മൾ നോ പറയുകയും നമ്മളുടെ കാര്യങ്ങളിൽ ഫോക്കസ് കൂടുതൽ കൊണ്ടുവരും ഒക്കെ ചെയ്യാം. ഇവരുടെ ഒരു ഫ്യൂവൽ എന്ന് പറയുന്നത് ഇവർ പറയുന്നത് കേൾക്കുമ്പോൾ നമ്മൾ ഒഫൻഡഡ് ആവുക, കരയുക, അല്ലെങ്കിൽ നമ്മളത് കാര്യമായിട്ട് എടുക്കുക, നമ്മളതിനെ പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കുക എന്നൊക്കെ പറയുന്നത് ഇവരുടെ ഒരു ഫ്യൂവലാണ്. സോ കംപ്ലീറ്റ്ലി ഇഗ്നോർ ചെയ്യുക. അതിന് കുറച്ച് മെന്റലി നമ്മൾ ഒത്തിരി പ്രിപ്പയർ ചെയ്യേണ്ടിയിരിക്കുന്നു. അവരെ കംപ്ലീറ്റ്ലി ഇഗ്നോർ ചെയ്യുക എന്ന് പറയുന്ന സംഭവം. സോ കംപ്ലീറ്റ്ലി അവരെ ഇഗ്നോർ ചെയ്യുമ്പോഴത്തേക്കും പതുക്കനെ ഇവർ ഒഴിഞ്ഞു പോകും എന്നുള്ളതാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ്. മേ ബി ഒത്തിരി ടോക്സിക് ആയിട്ടുള്ള ആൾക്കാർ ഈ ഉപദ്രവിക്കുകയൊക്കെ ചെയ്യുന്ന ആൾക്കാരിൽ നിന്നൊക്കെ എങ്ങനെ രക്ഷപ്പെടണമെന്ന് എനിക്ക് ക്ലിയർ കട്ട് ഒരു ഐഡിയ ഇല്ല. പക്ഷെ നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആവാനായിട്ട് ശ്രമിക്കുകയാണെങ്കിൽ ഒരിക്കലും നമ്മൾ ഇതുപോലൊരു റിലേഷനിലേക്ക് ചെന്ന് ചാടത്തില്ല. അതിപ്പം റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ ഒരിക്കലും ഒരു പാർട്ട്ണർ റിലേഷൻഷിപ്പ് അല്ല ഞാൻ പറയുന്നത്. ഇപ്പം അത് തന്നെ ആവണമെന്നില്ല, പാർട്ട്ണർ റിലേഷൻഷിപ്പ് തന്നെ ആവണമെന്നില്ല. നമ്മുടെ ഒരു ഫ്രണ്ട് തന്നെ ആവാം, നമ്മുടെ ഒരു ഫാമിലി മെമ്പർ തന്നെ ആവാം. കാരണം നമ്മൾ അവരെ ഒത്തിരി ഡിപ്പെൻഡ് ചെയ്യുമ്പോഴത്തേക്കും അവർക്ക് തോന്നും ഓക്കെ ഐ ക്യാൻ മാനിപ്പുലേറ്റ് ഹർ എന്ന് അവർക്ക് തോന്നും. സോ അങ്ങനൊരു തോന്നൽ ഉണ്ടാവാതിരിക്കാൻ എന്ത് ചെയ്യണം? നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആയിരിക്കണം, നമ്മൾ സ്ട്രോങ് ആയിരിക്കണം. അപ്പം അത് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നോളം വേറെ ആർക്കും നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ട് ഒക്കത്തില്ല. നമുക്കൊരു സ്റ്റാൻഡ് എടുക്കാൻ പറ്റുകയും ചെയ്യും. നമ്മളെപ്പോഴും ആ ഒരു റിലേഷനിൽ തന്നെ തുടരുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ ഈ ഒരു പുള്ളി ഇല്ലെങ്കിൽ എനിക്ക് ഇന്ന കാര്യങ്ങൾ ചെയ്യാനൊക്കത്തില്ല എന്നൊരു ചിന്തയിലായിരിക്കും നമ്മൾ ഈ ഒരു റിലേഷനിൽ തന്നെ തുടരുന്നതും ഇത് നോ പറഞ്ഞ് ഒഴിവാകാനായിട്ട് ശ്രമിക്കാത്തതും. അപ്പോൾ നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആവുന്നതോടെ ആ ഒരു കാര്യം അങ്ങ് ഒഴിവാകും എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം, എൻ്റെ ഒരു എക്സ്പീരിയൻസ്. അപ്പോൾ ഇതാണ് എനിക്ക് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എന്താണ് അഭിപ്രായം എന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്യാം. വീഡിയോ ഉപകാരപ്പെട്ടോ ഇല്ലയോ എന്നുള്ളത് കമൻറ്റ് ചെയ്ത് അറിയിക്കാം. പിന്നെ എന്താണ് ഷെയർ ചെയ്യാൻ പറ്റുന്നെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യാൻ പറ്റുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ അതും പരിഗണിക്കുക. അടുത്ത വീഡിയോയിൽ നമുക്ക് ഉടനെ കാണാം.